ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആ ദുരാത്മാവാണ് നിന്റെ വയറ്റിന്ന് വന്ന് പിറക്കാൻ പോകുന്ന ഈ കുഞ്ഞ്. അർച്ചന, എന്തൊറ്റോ താനെന്തിനെങ്ങനെ ഇമോഷണൽ ആവുന്നേ? നമ്മുടെ കുഞ്ഞിന്റെ ജാതകദോഷത്തിന്റെ കാര്യത്തിൽ പലർക്കും സംശയമുണ്ട് സച്ചേട്ടാ. അച്ഛനും ആ സംശയം ഉണ്ടായിരുന്നു. അച്ഛന് മാത്രമല്ല, കുടുംബത്തിൽ പലർക്കും ഇപ്പൊ ആ സംശയമുണ്ട്. അതുകൊണ്ട് കാര്യങ്ങൾ ഇനി ഇങ്ങനെ പോയാൽ പറ്റില്ല. താൻ എന്താ പറഞ്ഞോണ്ട് വരുന്നേ? വൃന്ദാവനത്തിലും നെല്ലിശ്ശേരിയിലും സംഭവിച്ചതെല്ലാം നമ്മുടെ കുഞ്ഞിന്റെ ജാതകദോഷം കൊണ്ടാണെന്ന് പലർക്കും സംശയമുണ്ട്. നമ്മൾ കേൾക്കാതെ പലരും അത് അടക്കം പറയുന്നുണ്ട്. അച്ഛനും അവധിയെടുത്തിയും കൂടി അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു ജോത്സ്യന്റെ അടുത്ത് വരെ പോയി. ജോത്സ്യൻ നമ്മുടെ കുഞ്ഞിന് ജാതകദോഷം ഉണ്ടെന്ന് പറഞ്ഞു പോലും. ആ ടെൻഷനുള്ളിൽ വെച്ചോണ്ട് അച്ഛൻ ഇത്രയും ദിവസം നടക്കുകയായിരുന്നു. ജനിക്കാത്ത കുഞ്ഞിന് ജാതകദോഷം? വല്ല ജോത്സ്യന് എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് താനതോർത്ത് വിഷമിക്കണ്ട. ഇവരിപ്പ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മാറും. നെല്ലിശ്ശേരി വീടിന്റെ ഐശ്വര്യമായിട്ട് നമ്മുടെ കുഞ്ഞു വളരും. അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാ. പക്ഷെ അങ്ങനെ ഒരു വിശ്വാസം അച്ഛന്റെ മറ്റുള്ളവരുടെ മനസ്സിൽ വേരുറച്ചു കഴിഞ്ഞാ പിന്നെ അതിനെ പിഴുതെറിയാൻ ആരെ കൊണ്ട് സാധിക്കില്ല. നമ്മുടെ കുഞ്ഞ് ജനിച്ചാലും പിന്നീട് നെല്ലിശ്ശേരിയിൽ സംഭവിക്കുന്നതെല്ലാം ആ കുഞ്ഞിന്റെ ദോഷമായിട്ട് വരും. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അതിനൊരു വഴിയേ ഉള്ളൂ. ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണണം. ആദ്യം വേണ്ടത് അനൂപേണ്ണെ എങ്ങനെയെങ്കിലും ജാമ്യത്തിൽ ഇറക്കാന്നുള്ളതാ. സച്ചേട്ടാ, നമുക്കിപ്പോ തന്നെ പോയി അഡ്വക്കേറ്റ് കൃഷ്ണഭദ്രനെ കാണണം. എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. അപ്പോ ഒരു കോംപ്രമൈസിന് ഇപ്പൊ സാധ്യതയില്ല അല്ലേ? ഇല്ല, അയാളുടെ ഏക സഹോദരിയാണല്ലോ മരിച്ചത്. ഇങ്ങനൊരു കേസില് അയാൾ നമ്മളുമായി കോംപ്രമൈസ് ചെയ്യുമെന്ന് വിചാരിച്ചു തന്നെ തെറ്റായിപ്പോയി. അതുമാത്രമല്ല, കമ്മീഷണർക്ക് കേസ് കൊടുത്തതും അയാൾക്ക് ഇഷ്ടമായിട്ടില്ല. എല്ലായിടത്തും അയാളുടെ ആളുകളുണ്ട്. പോലീസ് സ്റ്റേഷനിലും പുറത്തും ജയിലിനകത്തും എല്ലാം. റിമാൻഡിലായി അനൂപേട്ടൻ ജയിലിലെത്തിയ അവിടെ വെച്ച് അയാളുടെ ആളുകൾ അനൂപേട്ടനെ ഉപദ്രവിക്കും.